ഈ കൂട്ടായ്മ വ്യാപിപ്പിക്കുന്നതിന് സഹായകരമായ നിലപാട് നമുക്ക് സ്വീകരിക്കാൻ കഴിയണം. സിപിഐഎമ്മിന്റെ 24ാമത് പാർട്ടി കോൺഗ്രസ് മധുരയിൽ വെച്ച് ചേർന്നപ്പോൾ ഒരു പ്രത്യേക സമ്മേളനം പാലസ്തീന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ നടത്തുകയുണ്ടായി. പാലസ്തീന്റെ പ്രതീകമായ, പ്രത്യേകിച്ചും അറാഫത്തിനെ എന്നെന്നും ഓർമ്മിക്കാവുന്ന ഒരു പ്രതീകമായ ഈ ടവൽ അന്ന് സമ്മേളനത്തിലെ പ്രതിനിധികളാകെ നിങ്ങളിപ്പോൾ ഇവിടെ സ്വീകരിച്ചതുപോലെ തന്നെ സമ്മേളനത്തിലെ പ്രതിനിധികളാകെ ധരിച്ചുകൊണ്ടാണ് പാലസ്തീൻ ഐക്യദാർഢ്യം ഉറപ്പിച്ചത്. സിപിഐഎമ്മിന്റെ ഈ കമ്മിറ്റി യോഗം പാലസ്തീൻ പ്രശ്നം വീണ്ടും ഗൌരവമായിട്ടെടുക്കാനും ജനങ്ങളിൽ വ്യാപകമായ പ്രചാരവേല നടത്തുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ ദിവസം യോഗം ചേർന്നപ്പോൾ ഒരു പ്രധാന വിഷയം കേരള വ്യാപകമായി ഉയർത്തണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അത് ഇസ്രായേൽ ഇപ്പോൾ ഖത്തറിനെതിരായി നടത്തിയ ആക്രമണത്തിൽ പ്രതിഷേധിക്കാനാണ്. ആ പ്രതിഷേധം എന്നത് സാമ്രാജ്യത്വത്തിനെതിരാണ്. ഇസ്രായേൽ ഇപ്പോൾ ഖത്തറിനെ ആക്രമിച്ചപ്പോൾ 1923 ശേഷം 7ാമത്തെ രാജ്യത്തെയാണ് ഇസ്രായേൽ ആക്രമിക്കുന്നത്. ഈ ആക്രമണത്തിന് നേതൃത്വവും പിന്തുണയുമായി പ്രവർത്തിക്കുന്നത് അമേരിക്ക തന്നെയാണ്. അമേരിക്കയ്ക്ക് ഇത്തരമൊരു നടപടികൾ സ്വീകരിക്കുന്നതിന് ഇന്ത്യയുടെ മൌനം സഹായകരമാകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അമേരിക്കയോട് എല്ലാ കാര്യങ്ങളിലും ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് നിലപാടുകൾ എടുക്കുകയാണ് ഇന്ത്യ. ഇന്ത്യ ഇന്ന് സ്വീകരിക്കുന്ന നിലപാട് ഇന്ന് ലോകത്ത് അനിവാര്യമായും ഉയർന്നുവരേണ്ടുന്ന ഈ സാമ്രാജ്യവിരുദ്ധ പ്രസ്ഥാനത്തിന് സഹായകരമല്ല. ഇപ്പോൾ അമേരിക്ക വർദ്ധിപ്പിക്കുകയാണ്. ഈ തീരുവ വർദ്ധിപ്പിക്കുന്നതിലൂടെ അമേരിക്കയുടെ താൽപര്യമാണ് ഉയർത്തിപ്പിടിക്കുന്നത്. ഇന്ത്യയിൽ ഈ തീരുവ വർദ്ധിപ്പിക്കുന്നതിന് സ്വീകരിച്ച നിലപാടിന് കാരണമായി പറയുന്നത് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങി എന്നുള്ളതാണ്. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്ന എല്ലാ രാജ്യങ്ങൾക്കുമെതിരായി അമേരിക്ക വിവിധ രീതിയിലുള്ള പ്രതികാര നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. ഇന്ത്യ അതിനോടൊപ്പം നിൽക്കുകയാണ്. ഇന്ത്യ ഇപ്പോൾ അമേരിക്ക സ്വീകരിച്ച തീരുവ വർധനവിനെതിരായി എന്തെങ്കിലുമൊന്ന് സംസാരിക്കണ്ടേ? ഏതെങ്കിലും തരത്തിലുള്ള ഒരു ശബ്ദം ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉയർന്നു വരണ്ടേ? നമ്മുടെ രാജ്യത്തെ കൃഷിക്കാരെയും പരമ്പരാഗത മേഖലയെയും മത്സ്യബന്ധന മേഖലയെയും അങ്ങേയറ്റം ബാധിച്ചു കഴിഞ്ഞിട്ടുള്ള ഈ താരിഫ് നിർണയത്തിലെ ഈ മാറ്റം ഇത് ഇന്ത്യൻ ജനതയെ വളരെ ഗൌരവമായ നിലയിൽ ബാധിക്കുകയാണ്. ബിനോയ് എത്തിയിട്ടുണ്ട്. ഇന്ത്യയിലെ ജനങ്ങളെ ബാധിക്കുകയാണ്. ആ പ്രാധാന്യം ആ ഗൌരവസ്ഥിതി മനസ്സിലാക്കി ഇന്ത്യ നിലപാട് സ്വീകരിക്കണ്ടേ? ഇന്ത്യ അപ്രകാരമുള്ള നിലപാട് സ്വീകരിക്കുന്നില്ല.